വെൽക്കം നവക് പ്രപഞ്ചം ചാനൽ. നവക് പ്രപഞ്ചം ചാനൽ കാണുന്ന പ്രിയ പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പല റിവ്യൂ നിങ്ങൾക്ക് കാണാം. സിനിമ, മറ്റു കാര്യങ്ങൾ, പൊതുകാര്യങ്ങൾ, പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുള്ള ചാനലാണ്. ശരി, അവിടെ നിൽക്കട്ടെ. ഇന്നൊരു സിനിമ കണ്ടു. തമിഴ് സിനിമയാണ്. രാവിലത്തെ റിലീസ് ചെയ്ത ആദ്യത്തെ ഷോ തന്നെ കണ്ടു. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, പുതിയ വില്ലന്മാർ, പഴയ വില്ലന്മാരായിരിക്കാം, പിന്നെ വേറെ പടങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അഭിനയിച്ച 3 മണിക്കൂറും 5 മിനിറ്റും ദൈർഘ്യമുള്ള കുബേര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വളരെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ വിഷയങ്ങൾ ഒരാളുടെ കയ്യിൽ കൂടിക്കിടക്കുക, ഒരാളുടെ കയ്യിൽ തന്നെ അമിതമായി കൂടിക്കിടക്കുക. അത് പണമാവട്ടെ, ഭക്ഷണമാവട്ടെ, സ്വത്തുക്കളാവട്ടെ, മറ്റെന്തും, എന്ത് വിഷയവും ഒന്നോ രണ്ടോ സ്ഥലത്ത് പോയിട്ട് കുറച്ച് പേരുടെ കയ്യിൽ കൂടിക്കിടക്കുന്നതിന് കുബേര എന്നൊക്കെ പറയാം. കുബേരൻ എന്നൊക്കെ പറയാം. അങ്ങനെ അർത്ഥം വരുന്ന രീതിയിലുള്ള പഴയ വാക്കാണ് കുബേര. സിനിമ കണ്ടു. സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും പറയാം. ആദ്യം നെഗറ്റീവിലോട്ട് വരാം. നെഗറ്റീവിലോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പ്രിയ പ്രേക്ഷകർ, 120 കോടി രൂപ ബഡ്ജറ്റിൽ ഇത്രയും സ്റ്റാറുകൾ അഭിനയിച്ച ഒരു പടം സാധാരണ പ്രേക്ഷകരെല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിൽ ചെല്ലും. അതായത് ഒരു വലിയ അടിപൊളി എൻ്റർടൈൻമെൻറ്റ്, 3 മണിക്കൂർ ഒരു ബോറും ഇല്ലാതെ. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ പുഷ്പ പോലെയുള്ള സിനിമകളോ, അല്ലെങ്കിൽ മലയാളത്തിലെ ഫഹദ് ഫാസിലിൻ്റെ ചലച്ചിത്രങ്ങൾ പോലെയുള്ള ആവേശം പോലെയുള്ള ചിത്രങ്ങളോ, അല്ലെങ്കിൽ അങ്ങനെ വളരെ ഫാസ്റ്റ് കഥ പറയുകയും ഒട്ടും ഫുള്ള് തുടക്കം മുതൽ അവസാനം വരെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് വരുന്ന ചിത്രങ്ങൾ പോലെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ തിയേറ്ററിൽ പോകുന്നതെങ്കിൽ കുബേര എന്ന് പറഞ്ഞ ചിത്രത്തിന് പോകണ്ട. കുബേര എന്ന് പറയുന്ന ചിത്രം ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല. അതാണ് ഈ പടത്തിൻ്റെ നെഗറ്റീവ്. ആദ്യത്തെ നെഗറ്റീവ്, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല. രണ്ടാമത്, ഇത് കഥ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യണത് വളരെ ബൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ വളരെ സ്ലോയിൽ പോവുകയും ഒരു സാധാ ക്ലൈമാക്സിലാണ് കഥ തീരുന്നത്. കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയണം ബൂമിങ്, പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബൂമിങ് ഇല്ല. അതൊരു നോർമൽ ലെവലിൽ കൊണ്ടുവരികയും നോർമൽ ലെവലിൽ എൻഡിൽ പോയി കഥ തീരുകയും ചെയ്യും. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ വല്ലാത്ത പ്രതീക്ഷയോടെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ 3 മണിക്കൂറുള്ള ചിത്രം കാണാൻ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ പടത്തിൻ്റെ നെഗറ്റീവ്. പിന്നെ നമ്മൾ ഈ പടത്തിൽ വളരെ തട്ടുപൊളിപ്പൻ പാട്ടുകളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പടം എൻ്റർടൈൻമെൻ്റ് അല്ല എന്ന്, എൻ്റർടൈൻമെൻറ്റ് ലെവലിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ പോണവർക്ക് ഇത് അഡോപ്റ്റ് അല്ല. ശരി, ഇത്രയാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഇനി പടത്തിൻ്റെ പോസിറ്റീവ് സൈഡിൽ പോയാൽ, പടം നല്ല സ്റ്റാർട്ടിങ് വെരി വെല്ലാണ്. ഒരു നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റോറി. അതായത് നിങ്ങൾ നോളജഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കഥയുടെ സ്റ്റാർട്ടിങ് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ്, അതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തിയേറ്ററിൽ പോകുന്നവർക്ക് ഈ പടം ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. പിന്നെ ബോറടിക്കും. കാരണം കഥ സ്ലോയിൽ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ പടം സ്ലോയിലാണ് പോണത്. ഫ്രെയിം ബൈ ഫ്രെയിം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് എപ്പോഴും നമുക്ക് ബോറില്ലാത്ത രീതിയിൽ പോകും എൻഡ് വരെ. അപ്പോൾ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ, അതായത് സ്റ്റാർട്ടിങ് മുതൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇത്തിരി നോളജഡ് അല്ലാത്തവർക്ക് ഈ സിനിമ പിടികിട്ടില്ല. കാരണം കഥ ഇന്നത്തെ പ്രസൻറ്റ് ലൈഫും അടുത്ത ഫ്യൂച്ചർ ലൈഫും പറയണം. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കഥയും അടുത്ത ജനറേഷൻ്റെ കഥയാണ്, ഞങ്ങളുടെ ജനറേഷൻ്റെ കഥയല്ല. കാരണം എന്ന് പറയണതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴിവിടെ എന്തൊക്കെ നടക്കണം, അതായത് മണി പവറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം. മണി പവറാണിപ്പോൾ എല്ലാം. അതായത് അത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. പണമില്ലാത്തവരെ ആരും മതിക്കില്ല. അതാണിപ്പോൾ നമ്മളെ ലോകം. അതായത് നിങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂവിൽ വിലയുണ്ട് മാർക്കറ്റിൽ. മുൻപൊക്കെ അങ്ങനെയില്ല. പണം മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വിലയുണ്ടോ എന്നിട്ടില്ല. അത് ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ല, അങ്ങനെ കിട്ടൂല. അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു കുറേ പേരുടെ ഇടയിൽ. ഇപ്പം അങ്ങനെയല്ല. പണമുണ്ടോ 95% ആൾക്കാരുടെ ഇടയിലും മതിപ്പുണ്ട്, പിന്നെ വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് അംഗീകാരങ്ങളുണ്ട്. അത് ഈ സിനിമ തുടക്കം അത് നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ സമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ സമൂഹമുണ്ട്, ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്,
മറ്റ് പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു, നിങ്ങളുടെ സമ്പത്തിൽ പിന്നിലാണ്, വളരെ ഇതിലാണ്. നിങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ കൈവായ്പയൊക്കെ വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ചുറ്റുപാടിൽ ഒരു വാല്യൂ ഇല്ല. അത് ഈ പടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് പോകുന്നുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ തുടങ്ങണം. അതായത് ഈ പുതിയ ജനറേഷൻ്റെ ധാരാളം സമ്പത്ത് കൈകാര്യം ചെയ്യണവർ ആ സമ്പത്ത് വൈറ്റാക്കാൻ ശ്രമിക്കുന്ന കഥയാണ്. അത് വൈറ്റാക്കുക മാത്രമല്ല, അതായത് അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. 1990-95 ഞാൻ വായനാശീൽ നന്നായിട്ട് വായിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ഞാൻ പത്രം വായിക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പല സ്ഥലത്തും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ക്രൂഡ് ഓയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടല്ല, വായിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഇന്ത്യ ഗവൺമെൻറ് കുറേ കാശ് ചിലവാക്കിയിട്ട് ഇവിടെയൊക്കെ സർവേ നടത്തിയിട്ട് പല സ്ഥലത്ത് എവിടെയൊക്കെ ക്രൂഡ് ഓയിൽ, അതായത് പ്രകൃതി സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുള്ളതായിട്ട് വായിച്ചു. പക്ഷെ അവിടെ അത്രയ്ക്ക് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പറയുന്ന പ്രകൃതി സമ്പത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു ഏത് പറയണ 2000-2005 ആപ്പ് ഇത് ഉപേക്ഷിച്ചു, 2010 ഇത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. 2005 ആപ്പ് ഏകദേശം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. വാർത്ത വന്നതെല്ലാം ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകളെല്ലാം സ്റ്റക്കായി, ഏകദേശം എല്ലാം സ്റ്റക്കായി. അതായത് ഗവൺമെന്റ് കുത്തി കളച്ചിട്ട് അതിനകത്തൊന്നും ഒരിക്കലും ഒരു പ്രകൃതി ഇത് കണ്ടിട്ടില്ല. കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അതിൽ തന്നെ ലക്ഷക്കണക്കിന് ക്യൂബിക് അടിയോ അല്ലെങ്കിൽ അതിന്റെ ലക്ഷക്കണക്കിന് ലിറ്റർ ടൈപ്പ് എടുക്കാൻ പറ്റിയ സാധനമില്ല, കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷെ പിന്നീട് അത് പ്രൈവറ്റിൽ കയ്യിൽ പോയി. അതായത് ആ സമയത്ത് സെർച്ച് ചെയ്ത് ഇവിടെയൊക്കെ സാധനം ഉണ്ടെന്ന് ഉറപ്പിച്ചു. പക്ഷെ പിന്നീട് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്തു, ഗവൺമെന്റ് അത് വിട്ടു. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? അത് പ്രൈവറ്റിന്റെ കയ്യിൽ പോയി. പ്രൈവറ്റിന്റെ കയ്യിൽ പോയപ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ലക്ഷക്കണക്കിന് ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രൈവറ്റ് കൊടുത്തുകൊണ്ട് പ്രൈവറ്റാണ് ഇപ്പോൾ ഇതെല്ലാം കുഴിക്കണതും മാർക്കറ്റ് വിൽക്കുന്നതും എല്ലാം മാർക്കറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് ഇതൊക്കെ പ്രേക്ഷകർ ഒരിക്കലും എല്ലാം മറന്നുപോകും. എല്ലാവരും ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിലും അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഇപ്പൊ പടച്ചുവിടുന്ന വാർത്തകളുടെ പുറത്തൊക്കെ എല്ലാം മറന്നുപോകും. പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഉള്ളതുകൊണ്ട് എൻ്റെ മെമ്മറിയിൽ ഇതൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഈ സിനിമ അതാണ് പറയുന്നത്. ആ കഥയെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കൊട്ടാണ് ഈ സിനിമ. പക്ഷെ അതിന്റെ നോളജ് വേണം. പ്രേക്ഷകർ 90% വരുന്നവർ ഇത് കാണാനാണ് പറഞ്ഞത്, അവരിതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത്. അവർക്ക് പടം 3.25 മണിക്കൂർ ഗുമ്മെന്ന് പോകണം. അങ്ങനെ ഒരു ഗുമ്മിങ് പടത്തിലല്ല. പക്ഷെ പടത്തിന്റെ ബേസിക് സ്റ്റോറി ഇറ്റ്സ് എ വെരി ഹെവി. അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുകൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അത് പിന്നെ പ്രൈവറ്റ് എടുക്കുകയും പ്രൈവറ്റ് ലക്ഷക്കണക്കിന് ബാരൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യവസായിമാരെ വേണമെങ്കിൽ അത് കൊടുക്കുമ്പോൾ ഇൻസൈഡിൽ വരുന്ന കാര്യങ്ങൾ അന്ന് ഞാൻ ഈ ബ്ലോഗിൽ കൂടെ പറയുന്നില്ല. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണും. അത് കാരണം കഥ പൊളിച്ച് പറയണില്ല, പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ എന്താണ് നടക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് പ്രേക്ഷകർ പോകണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് കേട്ടിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ അതിനകത്ത് നടക്കുന്ന കളിയാണ് പടം. പക്ഷെ ആ പടം അങ്ങനെ ആ കഥ പറഞ്ഞ് പടം കൊണ്ടുപോകുമ്പോൾ പടം പ്രേക്ഷകർക്ക് ത്രില്ലിംഗ് ഉണ്ടോ എന്ന് കേട്ടാൽ ഹെവി ത്രില്ലിംഗ് രീതിയിൽ പടം പോടില്ല. പടം കുറച്ചുകൂടെ ത്രില്ലായ രീതിയിലും ഹെവി എന്റർടൈൻമെന്റ്, കുറച്ചുകൂടെ ഒരു എഫോർട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഒരു സ്ക്രിപ്റ്റിലൊക്കെ ഒരു സസ്പെൻസ് ഇട്ട് ലെവൽ ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ പടം ചിലപ്പോൾ ഒരു 1000 കോടി ക്ലബിൽ പോയി പെട്ടേനെ. പടം താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് സീക്വൻസി നമുക്ക് ഇങ്ങനെ ഇത് വരില്ല. പിന്നെ കഥയ്ക്ക് ഒരു മുടുക്കവും ടൈറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരില്ല. അങ്ങനെ ഒരു ഫീൽ വരാത്തതുകൊണ്ട് ഈ പടത്തിൻ്റെ ത്രെഡ്, ആ തുടക്കം പറഞ്ഞ ത്രെഡ് അങ്ങ് നഷ്ടപ്പെട്ടു പോകണം. പടം പിന്നെ ഒരു ഇമോഷണൽ പോലെ പോവുകയാണ്. ഇമോഷനിലോട്ട് പോകണമുണ്ട്, എല്ലാവരും ആ ഇമോഷണലായി ഇതിലോട്ട് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കണേ എന്നുള്ളത് നമ്മുടെ ഡയറക്ടർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി ഈ പടത്തിൽ. അത് കഥയിൽ എന്താണോ ഡയറക്ടർ തുടക്കം ഉദ്ദേശിച്ചത് അത് എൻഡിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. പടത്തിൻ്റെ കഥയുടെ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യാനും പറ്റില്ല. ഇതാണ് പടത്തിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രോബാക്കും എന്നാൽ പോസിറ്റീവ് വെരി ബെറ്റർ, വെരി ബ്രില്യൻ സ്റ്റോറി. അത് ആ സ്റ്റോറി പറയാൻ തന്നെ ധൈര്യം വേണം. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടില്ല. ആ സാധനം വെച്ചിട്ട് ഇത് പറയാനുള്ള ധൈര്യം വേണ്ടേ? പുതിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആ ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. അത് ധനുഷ് എന്ന് പറയുന്ന നടൻ കമലഹാസൻ കഴിഞ്ഞ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് തമിഴിൽ. കമലഹാസൻ കഴിഞ്ഞ ഏറ്റവും ബ്രില്യൻ നടനാണ്, ഐഡിയ ഉള്ളവനാണ്. ഒരിക്കലും ഒരു സിനിമ ചെയ്തിട്ട് അതേപോലെ അടുത്ത പടം ചെയ്യൂല, ഡിഫറെന്റ് ക്യാരക്ടർ എടുക്കണതാണ്. ആ രീതിയിലൊക്കെ എല്ലാം ബെറ്റർ ആയപ്പോൾ കഥ പറഞ്ഞ് പ്രേക്ഷകർക്ക് യഥാർത്ഥത്തിൽ എന്തെന്ന് മനസ്സിലാക്കാൻ എത്തിച്ചില്ല എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ ഒരു പരാജയം. അതുകൊണ്ടാണ് ഈ പടം
വലിയ ക്ലബിലൊന്നും പോകാനുള്ള സാധ്യത ഞാൻ കാണില്ല. സാമ്പത്തിക വിജയം നേടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലെ പെർഫോമൻസ് ബേസ് വരികയാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ആരും പെർഫോമൻസ് നെഗറ്റീവ് പറയാനില്ല. നമ്മളെ എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ നായിക്ക് വളരെ കുറച്ച് റോളേ ഉള്ളൂ, ലക്ഷ്മി മന്ദാനയ്ക്ക്. ലക്ഷ്മി മന്ദാനയും വളരെ കുറച്ചാണെങ്കിൽ അതും ഭംഗിയായിട്ട് ആ കഥയ്ക്ക് അഡോപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കഥ പറഞ്ഞ രീതിയും അത് നമുക്ക് പ്രേക്ഷകരോടൊരു ഗൂം ചെയ്യാൻ തരാൻ പറ്റാത്തൊരു രീതി ഒഴിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സന്തോഷമായിട്ടിരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നോർമലായി കണ്ടാൽ മതിയെങ്കിൽ കാണാം. കണ്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോരാം. പടത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും. പടത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ടാതെ നിങ്ങളൊരു നോർമൽ സിനിമ കാണാൻ പോയി നല്ല കഥയുള്ള ഒരു പടം കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരോടെയും പോവാം, ഫാമിലിയോടെയും പോവാം, എല്ലാവരോടും പോയി പടം കാണാം. മറ്റൊരു ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് പോയാൽ പരാജയം നിങ്ങൾക്ക് വരും. അതിപ്പോൾ ഏത് പടം അങ്ങനെയാണല്ലോ. പക്ഷെ അല്ലാത്ത രീതിയിൽ 3 മണിക്കൂർ ഒരു ബോറും ഇല്ലാത്ത ഒരു കാം ആൻഡ് ക്വൈറ്റ് നല്ലൊരു ത്രില്ലിങ് പടം. സ്മൂത്താ കൊണ്ടുപോയി, അതായത് ബോറില്ലാതെ തുടങ്ങി 3 മണിക്കൂർ ഒരിടവും ലാഗില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. 3 മണിക്കൂർ ഒരിടത്തും ലാഗില്ലാതെ പടം തുടങ്ങുകയും ചെയ്യും, തീരുകയും ചെയ്യും. നമുക്ക് സീൻ സീക്വൻസ് ഒന്നും ബോറടിക്കുകയില്ല. കാരണം ഇവരുടെയൊക്കെ ബെറ്റർ അഭിനയം എല്ലാവരും ബെറ്റർ അഭിനയം. നാഗാർജുന ആയാലും നമ്മുടെ രശ്മികയായാലും പിന്നെ നമ്മുടെ നായകനായാലും ധനുഷിന്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയാലും വില്ലൻ എന്നൊക്കെ പറയുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രധാന വില്ലനെ കാണിക്കണമെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒന്നും ഡയറക്ടർ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടില്ല. ഹെവി ബൂസ്റ്റിംഗ് ഇല്ല. അല്ലാത്ത നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെ പോയി കണ്ട നല്ല സ്റ്റൈലായിട്ട് നോർമലായിട്ട് എൻജോയ് ചെയ്ത് 3 മണിക്ക് ഒരു തിയേറ്ററിലിരുന്ന് ഒരു സിനിമ കണ്ടു എന്നുള്ള രീതിയിൽ കണ്ടിറങ്ങി വരാൻ പറ്റിയ ഒരു സിനിമ. പക്ഷേ സിനിമ നിങ്ങളടുത്ത് പ്രേക്ഷകരെടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്തിരി നോളജോടെ പോയി കാണുക. അത് ഞാൻ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പഴയ 90 കാലഘട്ടം പോലും ഇപ്പോൾ ഉള്ളതിൽ ഞാൻ സൂചിപ്പിച്ചു തന്നു. നിങ്ങൾ പോയി കാണുക. ഇപ്പോൾ ഈ ലോകം എന്താണ് നടക്കണമെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ കരുതി ഓടിക്കൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ഇതുപോലത്തെ ത്രെഡുള്ള ഒരു സാധനം നിങ്ങളുടെ ഫേസിലിട്ട് തന്നാലും കത്തൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അല്ലാത്ത രീതിയിൽ ധനുഷിൻ്റെ പെർഫോമൻസ് വൈസ് ഈ പടം എല്ലാം നന്നായിട്ടുണ്ട്. നല്ലൊരു തമിഴ് മൂവിയാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 മണിക്കൂറിൻ്റെ കറക്റ്റ് ലെവലും കഥയൊക്കെ നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു AC തിയേറ്ററിൽ നല്ല ഫുൾ ഫ്രെയിമുള്ള തിയേറ്ററിലേക്ക് പടം കാണാവും. ചെറിയ സ്ക്രീനിൽ കാണുന്നത് ബോറടിക്കും. കാരണം പടം സ്ലോയിൽ പോകണതുകൊണ്ട് നിങ്ങൾ ചെറിയ സ്ക്രീനിൽ കണ്ട പടം തീർച്ചയായിട്ടും ബോറടിക്കും. നിങ്ങളെപ്പോഴും ഫുൾ സ്ക്രീനിൽ 60 to 70 mm വിട്ടുള്ള തിയേറ്ററിൽ മാത്രമേ കാണാവൂ. അറ്റ്ലീസ്റ്റ് ഡോൾബി അറ്റ്മോസ്ഫിയർ അതിനകത്തുണ്ടായിരിക്കണം. അല്ലാത്ത ഒരു തിയേറ്ററിൽ നിങ്ങൾ ഈ പടം കാണാതിരിക്കുക. ധനുഷിനും ഇതിലെ ഡയറക്ടർക്കും ഇതിലെ ആക്ഷൻ കോറിയോഗ്രാഫർക്കും മറ്റ് സ്ക്രിപ്റ്റ് ഡയറക്ടർക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ ഈ പടത്തിന് ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ 7.5 കൊടുക്കാനേ പറ്റൂ. 2.5 ഞാൻ പറയില്ല, ത്രില്ലിംഗ് ഇല്ല. ആ ത്രില്ലിംഗ് വന്ന് കുറച്ച് വേറെ ലെവലിൽ കൂടെ ഇത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അത്രയും നല്ലൊരു സബ്ജക്റ്റ് എടുത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ആ സബ്ജക്റ്റ് എന്ത് ചെയ്യണത് ഇത്തിരി ഇതായിപ്പോയി. അല്ലാത്ത പ്രിയ പ്രേക്ഷകരെ തിയേറ്ററിൽ പോവുക, ഈ സിനിമ കാണുക. സിനിമ 120 കോടിയാണ് ബഡ്ജറ്റ്. 120 കോടി എന്നതിനും ഓൾറെഡി സാറ്റലൈറ്റ് മറ്റു കാര്യങ്ങളോട്ടൊക്കെ തന്നെ പൈസയൊക്കെ ഇരട്ടി അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. അത് വേറെ കാര്യം. പക്ഷെ തിയേറ്ററിൽ ഈ പൈസ ഇറക്കിയെടുത്തവർക്കും മറ്റൊക്കെ പൈസ തിരിച്ചു കിട്ടാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ആസ്വദിക്കാതുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുക. ഒരു 100% മസ്റ്റ് വാച്ച് പടമെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം നോളജുള്ള, കുഴപ്പമില്ലാത്ത ചിന്തയെങ്കിലും ഉള്ള മനുഷ്യർക്ക് ആർക്കും പോയി സിനിമ കാണാം. നല്ല സബ്ജക്റ്റ്, എല്ലാവരുടെയും നല്ല പെർഫോമൻസ്, സ്ലോ കഥ, വെൽ സ്റ്റാർട്ടിങ് സ്റ്റോറി, സ്ലോ റണ്ണിങ്, ക്ലൈമാക്സ് നോർമൽ ക്ലൈമാക്സ്. നിങ്ങൾ പോവുക, പ്രേക്ഷകർ കാണുക. ഞാൻ നുബക് സോളോ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വിശദമായ റിവ്യൂവുമായിട്ട് ഞാൻ പുറകെ വരും. അപ്പോൾ കുബേരൻ്റെ കൂട്ടുകാർക്കും സാധാരണ ജനത്തിൻ്റെ പണം പല രീതിയിലും കുബേരനായിട്ട് പിടിച്ചടക്കി വച്ച് സുഖിച്ച് ജീവിക്കണ, അതിൽ മാത്രം ചെയ്ത് ബാക്കിയുള്ളത് എങ്ങനെ പോട്ടെന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കാനൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ജനങ്ങളും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പടം അത് ചിരിച്ചു തുറന്ന് കാണിക്കുന്നുണ്ട്. അതിനും സ്ക്രിപ്റ്റ് ഡയറക്ടർക്കും ധനുഷിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, നുബക് സോളോ.